ഹലോ, നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥയൊന്ന് കേൾക്കാം നമുക്ക്. അപ്പോൾ പത്രമാറ്റിൽ നിന്ന് 2 എപ്പിസോഡാണ് കേട്ടോ. 1 മണിക്കൂറിലെ ദൈർഘ്യമുള്ള കഥയാണ്. 2 എപ്പിസോഡാണ്. അപ്പോൾ 2 എപ്പിസോഡിൽ അത് 8 to 9 വരെയാണ് ഇന്നത്തെ കഥ. അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണുവും മകളും ഭാര്യയും കൂടി ഇരുന്നിട്ട് ഭയങ്കര പ്ലാനിങ്ങാണ്. അപ്പോൾ പറയും പലിശക്കാരൻ വിളിച്ചിരുന്നു, അയാൾക്ക് ഇനിയും കാശ് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ കാശ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പലിശക്കാരൻ വിളിക്കേണ്ടതെന്ന് പറയും. ഇപ്പോൾ രേവതി പറയുന്നുണ്ട് 19 ലക്ഷത്തോളം ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് ബാക്കിയൊക്കെ നമ്മൾ കൊടുത്തില്ലേ, ഇനി കുറച്ചും കൂടെ സമയം ചോദിക്കുക എന്ന് പറയുമ്പോൾ അയാൾക്ക് കുറച്ചെങ്കിലും കൊടുക്കാണ്ട് പറ്റില്ല എന്നൊക്കെ പറയണം. അപ്പോഴേക്കും മകൾ അങ്ങോട്ട് വരിക. അപ്പോൾ പറയും എന്താണ് നീ എന്തായാലും ഇതിങ്ങനെ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അവർ വിളിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പെട്ടെന്നൊന്നും പോകണ്ട, നമുക്ക് കുറച്ച് വെയിറ്റ് ഇടാം, നമുക്ക് ഡിമാൻഡുകൾ വെക്കണം എന്നൊക്കെ അങ്ങനെ പറയണം. അപ്പോൾ പറയും സ്വർണം നീ ആൾക്ക് കുറച്ചും കൂടെ കൊടുക്കുന്ന 2 ലക്ഷങ്ങളിൽ ഇപ്പോൾ കൊടുക്കണം എന്നൊക്കെ പറയണം. അപ്പോൾ നീ അവിടെ പോയിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് പൈസയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കടങ്ങളൊക്കെ വീട്ടി നമ്മുടെ ബാധ്യതകളെ വീട്ടി നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാമല്ലോ എന്നൊക്കെ അങ്ങനെ പറയണം. അപ്പോൾ സ്വർണത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിനക്ക് തന്ന 101 പവനിൽ 60 പവനും കൊടുത്ത് പലിശക്കാരൻ്റെ കടം വീട്ടി, ബാക്കി 40 പവൻ അവളെ കയ്യിലുണ്ട്, പിന്നെ അവിടുന്ന് കിട്ടുന്ന സ്വർണം വേറെ ഉണ്ടല്ലോ നിൻ്റെ കയ്യിൽ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ കാര്യം ഒന്നും പറയണ്ട, ഒരു നെക്ലസ് കൊണ്ട് പലിശക്കാരന് കൊടുത്തതാണ് ഇപ്പോൾ പോലീസും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് അച്ഛനൊക്കെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇറങ്ങി കയറേണ്ട അവസ്ഥ വന്നത്. ആ നെക്ലസ് വല്യമ്മ നയനയ്ക്ക് കൊടുക്കുകയും ചെയ്തു എന്ന് പറയും. അത് പോട്ടെ, പിന്നെ ഇനിയുണ്ടല്ലോ അവിടെ ഇഷ്ടം പോലെ. അവിടെ ഇളയ മരുമകൾ എന്ന നിലയ്ക്ക് നമുക്ക് വരും ബാക്കി സ്വർണ്ണങ്ങൾ, തള്ളയുടെ കയ്യിലിരിക്കുന്ന സ്വർണ്ണങ്ങൾ മുഴുവൻ നിൻ്റെ കയ്യിൽ വരും. പിന്നെ അയാളുണ്ടല്ലോ മൂർത്തി മുത്തശ്ശിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവള് വന്നിട്ട് അനാമിക വന്നിട്ട് പറയുന്നുണ്ട് അവൾ വന്നിട്ട് സന്തോഷം പറയുകയാണ്. കാരണം അനിയുടെ ഫോണ് അവിടെ അമ്മയുടെ കയ്യിലാണ്. അമ്മ അത് അപ്പോഴേക്ക് നന്ദു വിളിച്ചിട്ട് ആ ഫോൺ എന്നിട്ട് മുത്തശ്ശനാണ് അറ്റൻഡ് ചെയ്ത് നന്ദുവിനെ താക്കീത് ചെയ്ത് വിട്ടു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷ പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ഡിമാൻഡ് വെക്കണം, അവർ വിളിക്കട്ടെ. അപ്പോൾ പെട്ടെന്ന് വിളിച്ചോടനെ അങ്ങോട്ട് പോകുമെന്ന് വേണ്ട, നമുക്ക് കുറച്ച് ഡിമാൻഡുകൾ വെച്ചിട്ട് വേണം നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ. ഇനിയിപ്പോൾ ആരും എന്തെങ്കിലും തൻ്റെ കിളവിയും തന്നെ വന്നിട്ട് നിന്നെ കൊണ്ടുപോകട്ടെ എന്ന് പറയുമ്പോഴേക്കും അയാൾ വിളിക്കുന്ന സമയത്ത് മൂർത്തി മുത്തശ്ശൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് അനന്തപുരിയിലെ മൂർത്തി സാറ് വിളിക്കുന്നുണ്ട് പറഞ്ഞിട്ട് അയാൾ ഫോൺ എടുക്കുന്നുണ്ട്. വന്നിട്ട് വേണുവിനോട് പറയേണ്ടത് നീ മകളെ ഇവിടെ കൊണ്ടുവന്ന് വിട്, ബാക്കി ഞാൻ ഇവിടെ എല്ലാവരോടും സംസാരിക്കാം, നീ അവളെ ഇവിടെ ആക്കുക എന്നൊക്കെ പറയണം. അപ്പോൾ അതെങ്ങനെയാക്കും? ആ തലതെറിച്ച പെണ്ണും അവളുടെ ഭർത്താവും കൂടെ കാട്ടണതൊക്കെ സാറും കണ്ടതല്ലേ, ഒരു പെൺകുട്ടിക്ക് അത് സഹിക്കില്ല. അവൾ കടച്ച് റൂമിൻ്റെ ഉള്ളിലിരുന്ന് കരച്ചിലാണ്, അപ്പോഴായിട്ട് നോണ അറിയാണ് കരച്ചിലാണ് എന്നൊക്കെ അങ്ങനെ പറയണം കേട്ടോ.